പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1200 ധനു 9-ാം തീയതി, അതായത് 2024 ഡിസംബർ 24-ാം തീയതി ചൊവ്വാഴ്ച മംഗളവാരം. നാളത്തെ പ്രാദേശിക സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ 6:44 അസ്തമയം വൈകിട്ട് 6:06 നാളത്തെ രാഹുകാലം വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം 3:44 മുതൽ 5:14 വരെയുള്ള സമയം നിങ്ങൾക്ക് രാഹുകാലമായി കണക്കാക്കേണ്ടതാകുന്നു. നാളത്തെ തിഥി നവമി തിഥിയാകുന്നു. അത്ര ശുഭമുള്ള തിഥിയല്ല നവമി തിഥി. അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും നാളെ കറുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത, തിഥിയിലൂടെ സമ്പത്താണുണ്ടാവുക. നാളത്തെ തിഥി നവമി തിഥി റിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. അതിനാൽ ചൊവ്വാഴ്ചയും ഈ തിഥിയും സാമ്പത്തികമായ ഒരു വിഷയങ്ങൾക്കും അനുകൂലമായ സമയമല്ല. നാളെ 12:30 വരെ അത്തനക്ഷത്രവും 12:30 ശേഷം ചിത്ര നക്ഷത്രമാകുന്നു. നാളെ ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാൻ വളരെ ഉത്തമമാണ്. രക്തപുഷ്പാഞ്ജലി കടും പായസം ദേവീക്ഷേത്രത്തിൽ ചെയ്യുക. കർമ്മമേഖലയിൽ പ്രയാസമുള്ളവർക്ക് കർമ്മമുട്ടി ചെയ്യുക. ശാരീരിക അസ്വസ്ഥതയുള്ളവർക്ക് ദേഹമുട്ടി ചെയ്യുക. ശത്രുദോഷമുള്ളവർക്ക് ശത്രുമുട്ടി ചെയ്യുക. മുട്ടറക്കാൻ വടക്കൻ മലബാറിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ ചരിത്രം നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ തുടങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച കാടാമ്പുഴ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. അതിശക്തമായ ദേവതയാണ് കാടാമ്പുഴയിലെ ദേവത. ആ വനദേവതയുടെ ചരിത്രം അർജുനൻ്റെ പാശുപതാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾ അറിയണം കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. അത് കഴിഞ്ഞാൽ പിന്നെ വടക്കൻ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രുമുട്ടും ദേഹമുട്ടൊക്കെ ചെയ്യാറുണ്ട്. കോഴിക്കോട് മുതൽ ശ്രീ വളയനാടുകാവ് ഭദ്രകാളി ക്ഷേത്രമാണ്. അതേ രീതിയിൽ കൊല്ലം പിഷാരിക്കാവ്. വടകരയിൽ വരികയാണെങ്കിൽ ഇടച്ചേരിയിൽ കളിയാമ്പള്ളി ക്ഷേത്രം, പിന്നെ കൂത്തുപറമ്പ് തിരുവഞ്ചേരിക്കാവ്, പിന്നീട് ഇരിക്കൂർ മാമാനത്തമ്പലം, കണ്ണൂരിൽ കളരിവാതുക്കൽ മാടായിക്കാവ്, അതേ രീതിയിൽ നീലേശ്വരം മന്ദൻപുറത്തുകാവ്. ഇതൊക്കെ തന്നെ ഭദ്രകാളിക്ക് അങ്ങേയറ്റം ശക്തിയുള്ള ദേവതാ സങ്കേതങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ചിത്രനക്ഷത്രമാണ്. നിങ്ങൾക്ക് ദേവിയെ പ്രീതിപ്പെടുത്താം, നന്നായി സന്തോഷിപ്പിക്കാം. ഭദ്രകാളി മന്ത്രം ചൊല്ലുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി, പോസിറ്റീവ് വൈബ്രേഷൻ ഇത് വളരെ കൂടുതലാണ്. ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ജപിക്കുക. അതേ രീതിയിൽ സുബ്രഹ്മണ്യ പ്രീതിക്കും നാളത്തെ ദിനം വളരെ ഗുണമാണ്. ചിത്ര ചൊവ്വാഴ്ച, ഇതും സുബ്രഹ്മണ്യന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനാൽ നാളെ വൈകിട്ട് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ചെല്ലുന്നതും വളരെ ഗുണമാണ്. ഓം വജദ്ഭുവേ നമഃ എന്നാകുന്നു സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒഴിഞ്ഞ തിഥിയാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ വിശേഷിച്ച് ഒരു മുഹൂർത്തവും നൽകുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.